ഫസ്റ്റ് ക്രോണിക്കിൾസ് 4-ാം അധ്യായത്തിന്റെ 9-10 ഒക്കെ ഒന്ന് വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-10. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബോസ് എന്ന് പേർ വിളിച്ചു. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കുകയും എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യബേസിന്റെ പ്രാർത്ഥന എല്ലാവരും പറയാൻ വളരെ വളരെ പവർഫുള്ളായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എന്നാൽ ഞാനീ ഇങ്ങനെ വചനം പരിശുദ്ധാത്മ എന്തെങ്കിലും ഇടപെട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തപ്പി, എനിക്ക് ഇവിടാന്ന് അറിയത്തില്ല, അപ്പം ഞാൻ തപ്പി എടുത്ത് ഹല്ലേലൂയ. എന്നോട് ഇങ്ങനെ പറഞ്ഞ് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഗം വായിച്ചു നോക്കിയപ്പം അമ്മ അവനെ പ്രസവിച്ചത് വ്യസനത്തോടാ. ഹല്ലേലൂയ. അപ്പം ആ അമ്മ തന്നെ അവന് വ്യസനപുത്രൻ യബേസ് എന്ന് പേരിട്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരു അമ്മ പ്രസവത്തോടു കൂടി ഹല്ലേലൂയ എന്ത് അനുഭവിച്ചു അത് മകന് പേരായിട്ടിട്ട് അവനെ അപ്പൊ അങ്ങനെ തന്നെ എല്ലാവരും കാണുന്നത്. പക്ഷെ യബേസിനെ അങ്ങനെ കാണാൻ യബേസിന് ഒരുക്കമല്ലായിരുന്നു. ഹല്ലേലൂയ. യബേസ് അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ യബേസിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത്. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. യബേസ് അവരുടെ ദൈവത്തോട്, ദൈവമേ നീ എന്നെ അങ്ങനെയൊക്കെ അനുഗ്രഹിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. യാക്കോബിന്റെ ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ യാക്കോബ് ഹല്ലേലൂയ ആ ബേഥേൽ എന്ന സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് യാക്കോബ് പറയുന്നത്, എന്നെ ഞാൻ പോകുന്നിടത്തെല്ലാം നീ എന്നോട് കൂടി എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എന്താ പറയാ ആരാധിക്കുക, അല്ലെങ്കിൽ നിന്നെ അത് എന്താ പറയാ അവിടെ വന്നിട്ട് യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം. പക്ഷെ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളാണെങ്കിലും ദൈവത്തോട്, ദൈവമേ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിശ്വസ്തല്ല, ഞാൻ അല്ലെങ്കിൽ ദൈവത്തിന് വഴിവിട്ട് മാറാതെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഹല്ലേലൂയ ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യം അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നൊരു കണ്ടീഷൻ വെക്കാറുണ്ട്. ഇവിടെ എബേസിന്റെ പ്രാർത്ഥന അങ്ങോട്ട് കണ്ടീഷൻസ്, ദൈവത്തോട് ഒരു പ്രോമിസോ ഒരു ഉടമ്പടിയോ ഒന്നുമില്ല. യാക്കോബിന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എബേസ് യബേസ് ദൈവമേ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ തിരിച്ചെന്നാ ഇങ്ങനെയൊക്കെ ആയിക്കോളാം എന്നൊരു വാക്ക് അവിടെ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു ഉടമ്പടിയുടെ പ്രാർത്ഥനയൊന്നും ആയിരുന്നില്ല. എബേസ് ഇത് മനസ്സിലെ ആഗ്രഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമായിരുന്നു, ചെയ്യണമേ എന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആമയുടെ അങ്ങനെയാ യബേസ് പ്രാർത്ഥിക്കുന്നത്. യബേസ് ഇസ്രായേൽ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. എബേസ് പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. ഹല്ലേലൂയ. പറയുന്നത്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുക, നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുക, തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കും, പക്ഷെ നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്നിട്ട് അനർത്ഥം എനിക്ക് വ്യസനക്കാരൻ. അപ്പൊ ദൈവത്തിന്റെ കൈ കൂടെ ഇരിക്കണമെന്ന് എബേസ് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവത്തിന്റെ കൈ കൂടിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവം അല്ലെങ്കിൽ കൂടിരിക്കുന്ന പോലെ ഹല്ലേലൂയ അത് കൂടിരിക്കണമെന്നുണ്ടെങ്കിൽ എബേസ് എങ്ങനെ ജീവിക്കണം എന്ന് എബേസിന്റെ ബോധ്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ എഴുതിയേക്കുന്നത് അതാണ്. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. എബേസിന് ഒരു മാന്യമായൊരു ജീവിതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എബേസിനൊരു ദൈവത്തോട് പറയാൻ ഒരു പ്രാഗൽഭ്യം പോലെ, ദൈവമേ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ആ ദൈവത്തിന്റെ കൈ കൂടിയിരിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണം. അവൻ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ പ്രമാണപ്രകാരം ജീവിക്കുന്നവനായിരിക്കണം. അല്ലെങ്കിൽ ദൈവമേ നിന്റെ കൈ എന്നോട് കൂടിയിരിക്കണമെന്നൊരു പറയത്തില്ല. അപ്പൊ നമ്മളെ ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് വേണമേ, ഇനി ഇതുപോലെ ഇനി സാന്നിധ്യം വരും എന്ന് പറയുന്നെങ്കിൽ ആ സാന്നിധ്യം നമ്മൾ ഇറങ്ങി നിൽക്കണമെങ്കിൽ, നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ച് വിശുദ്ധകരമായ ജീവിതം അല്ലെങ്കിൽ സാന്നിധ്യം നമ്മളോട് നിൽക്കത്തില്ല.
നമ്മൾ തോന്നുന്ന പോലെ ജീവിച്ചിട്ട് ദൈവമേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ എന്ന് പറഞ്ഞ സാന്നിധ്യം വരത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വരും, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ അതാണ് യെബേസ് ദൈവത്തോട് ഞാൻ അങ്ങനെയൊക്കെ ആകാമെന്നൊരു ഉടമ്പടി ചെയ്യുന്നില്ല എങ്കിൽ പോലും യെബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പറയുന്ന കണക്ക് തന്നെയാണ് നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. കാരണം ദൈവത്തിന്റെ കൈ, ആ കൈ ബലമുള്ള കൈയാണ്, അത് വീര്യം പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ അത് ശിക്ഷിക്കുന്ന കൈയാണ്. ഹല്ലേലൂയ. ആമേ. അവിടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആമേ 4 തലമുറയോളം ഓർത്ത് വെച്ച് ശിക്ഷിക്കും. ഹാലേലൂയ. അപ്പം ആ പ്രാഗൽഭ്യത്തോടുകൂടെ യെബേസ് പ്രാർത്ഥിക്കുന്ന. ഹാലേലൂയ. അപ്പൊ ദൈവത്തിനറിയാം യെബേസ് ഒരു ഒരു നല്ല ജീവിതം നയിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ഹാലേലൂയ, വിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണെന്ന് യെബേസിന് ദൈവത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് യെബേസ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെയൊക്കെ എന്നോട് കൂടി അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തിരനെ കാക്കുകയും. അപ്പം അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരും. അപ്പൊ എന്ന് വെച്ചാൽ ഉള്ള അനർത്ഥം കൂടെ വ്യസന കാരണമാകാതെ മാറിപ്പോവും ദൈവത്തിന്റെ കാര്യം കൂടി ഇരുന്ന. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പ്രമാണപ്രകാരം അല്ല ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കാര്യം കൂടി ഇരുന്ന ഉള്ളാത്ത അനർത്ഥങ്ങളൊക്കെ വരും. രണ്ടും മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാം. അപ്പൊ അവിടെ പറയുന്ന ദൈവം പറയുന്നത്, ഇവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത്, എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷത്തിന് ദൈവം അവന് നൽകി. എന്താണ് യെബേസ് ചോദിച്ചത്, അത് ദൈവം അവന് നൽകി. ഞാൻ പുതിയ നിയമത്തിലാണെങ്കിൽ പറയും, അല്ലെങ്കിൽ നമ്മൾ വചനത്തിൽ പലയിടത്തും പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, നമ്മൾ എന്താണോ പറയുന്നത് അത് നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ജീവനും മരണവും നമ്മുടെ നാവിന്മേലിരിക്കുന്നു. നമ്മൾ അതിന്റെ എന്താണോ ആഗ്രഹിക്കുക അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ വായിൽ തുറന്ന് എന്താണോ പറയുന്നത് ദൈവത്തോട് ദൈവമേ, എന്നാലും ഇത് വലിയ കഷ്ടമായി, ഇപ്പൊ ഇസ്രായേൽ ജനം മരുഭൂമി നടന്നത്, ഇവിടത്തെ ഇങ്ങനെ മരുഭൂമി മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അവിടെ നല്ല ഇറച്ചിക്കലങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ഉള്ളി ഉണ്ടായിരുന്നു, ഇവിടെ കാട്ടുള്ളി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടെ നല്ല സുഖമായിരുന്നു എന്ന് പറഞ്ഞ് നടന്ന് അവർ മരുഭൂമി മരിക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അവർ മരുഭൂമി തന്നെ മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താണ് വായ തുറന്ന് പറയുന്നത് ദൈവത്തോട്? യെബേസിന്റെ പ്രാർത്ഥന ഭയങ്കര ഫേമസ് അല്ലേ, എല്ലാവരും പറയണ്ടല്ലേ? ഹല്ലേലൂയ. ആമേ. അപ്പൊ യെബേസ് ഒരുപാട് പ്രാർത്ഥിച്ചത്, ഒരുപാട് ദൈവത്തോട് സംസാരിച്ചിട്ട് ഒന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ട്, പക്ഷെ ഇതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാര്യം ഒരൊറ്റ പ്രാർത്ഥന മനുഷ്യന്റെ ജീവിതത്തെ മാറ്റി. നമ്മളൊക്കെ എത്രയോ കടന്ന് പ്രാർത്ഥിക്കുന്നു, വല്ല മാറ്റം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ പറയുന്നത് എന്താണ് നല്ല ബോധ്യത്തിൽ, അത് നല്ല ഉറപ്പോടുകൂടി, ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ, ധൈര്യത്തോടെ നമുക്ക് ദൈവസന്നിധി പറയാം. എബ്രായർ 11-ാം അധ്യായത്തില്, ഹല്ലേലൂയ, 4 തുടങ്ങി വായിച്ചു. അല്ല, 1 തുടങ്ങി വായിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു. അതിനാലല്ലോ പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന് അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട്? ഹല്ലേലൂയ. പറയുന്നേ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ? മറ്റൊരിടത്ത് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെയോ വിശ്വാസത്തിന്റെ ഒരു കുറവില്ലേ? എബേസ് അപേക്ഷിച്ചതിന് ദൈവം എബേസിന് കൊടുത്തു. ഹല്ലേലൂയ. എബേസ് അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ അളവൊന്ന് പരിശോധിക്കുക. പ്രാർത്ഥനയുടെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് യാചിച്ചാലും നമുക്കത് ലഭിക്കണം. പക്ഷെ നമ്മുടെ വിശ്വാസം എവിടെയോ അല്പം കിട്ടുവോ കിട്ടത്തില്ല, വരുവോ വരത്തില്ല, തരുവോ തരത്തില്ലയോ എന്നൊരു മനോഭാവത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എത്രത്തോളം ശക്തമായി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴും പലപ്പോഴും നമുക്ക് ഒരു ഉറപ്പില്ലാത്ത മനസ്സിനെ പിന്നെയും ആ വിഷയം നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഭാരപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ അർത്ഥം നമ്മൾ വിശ്വാസം ഇല്ലാതെയാണ് അത് പ്രാർത്ഥിച്ചതെന്ന്. 100% കണ്ണും പൊട്ടി ഞാൻ എപ്പോഴും പറയും. ഇപ്പൊ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർ, ഇപ്പൊ ഞാനിപ്പോ സാറാമ്മ സിസ്റ്റർ എനിക്കൊരു ആവശ്യമുണ്ട് കേട്ടോ, ഇതിന് പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കണേ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ വിഷയം ഈ സാറാമ്മ സിസ്റ്റർ ചെയ്യോ ചെയ്യത്തില്ല അയക്കോ അല്ലെങ്കിൽ എന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നെങ്കിൽ എനിക്ക് സാറാമ്മ സിസ്റ്റർ എന്ന വ്യക്തിയിൽ വിശ്വാസമില്ല. സാറാ ശരി സിസ്റ്റർ ഞാൻ ചെയ്തേക്കാം എന്ന് പറയാണ്. പിന്നെ ഞാൻ ആ കാര്യം പോലും ഓർക്കുന്നില്ല എങ്കിൽ എനിക്ക് ആ വ്യക്തിയിലുള്ള വിശ്വാസം കാണിക്കുന്നത്. ഒരു മനുഷ്യന് നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അങ്ങനെ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യൻ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. പക്ഷെ ദൈവം സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ സകലത്തിന്റെ സൃഷ്ടി ദൈവം പറയാ, കുഞ്ഞെ ആ കാര്യം ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞാലും ചെയ്യുമായിരിക്കും, ചെയ്യത്തില്ലയോ, ചെയ്യത്തില്ലേ? അത് ചെയ്ത് കിട്ടുന്നിടം വരെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഹല്ലേലൂയ റിസൾട്ട് ഇല്ലാതെ ഇരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നതിനെ, നമ്മൾ അപേക്ഷിക്കുന്നതിനെ ദൈവം നമുക്ക് നൽകും എന്ന് ഉറപ്പോട് നൽകി എന്ന് ഉറപ്പോട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിന് പരിഹാരം വരും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതൊക്കെ നമുക്ക് വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴും, വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, ഈ വചനമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ പിന്നെ ചിന്ത എന്താ, അയ്യോ തരുമായിരിക്കും, കിട്ടും, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന ആരെങ്കിലും 10 പേരെ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യത്തിന് വീണ്ടും ഭാരപ്പെടുകയോ ദൈവത്തെക്കാട്ട് ഉപരിയായിട്ട് ഏതെങ്കിലും മനുഷ്യന് പിന്നാലെ പോക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അളവ് വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു ഇബ്രാഹിം ഇവിടെ പറഞ്ഞത് 6-ാം വാക്യം പറഞ്ഞിങ്ങനെ, വിശ്വാസം കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ദൈവത്തെ പ്രസാദിപ്പിക്കണം. എബേസിന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവൻ അപേക്ഷിച്ച് ദൈവം അവന് നൽകിയത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പ്രസാദിക്കുന്നുണ്ടോ? അത് വലിയ കാര്യമാണ്. നമ്മുടെ വിശ്വാസം കണ്ടിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞിന്റെ വിശ്വാസം കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ ഇതിലങ്ങോട്ട് പ്രവർത്തിച്ച് ദൈവത്തിന് നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനോട് ഇരിക്കാൻ പറ്റാതെ പ്രവർത്തിക്കുന്ന രീതി വിശ്വസിക്കണമെന്നേ. ഹല്ലേലൂയ. അവിടെ അടുത്ത പറയുന്നത്, അബ്രഹാമിന്റെ വിശ്വാസം കണ്ടപ്പോ ദൈവം എന്താ ചെയ്തേ? ഹല്ലേലൂയ. ആ വിശ്വാസം കണ്ടപ്പോഴത്തേന് ആ ദൈവത്തിലുള്ള സ്നേഹം, ആ സത്യം പറഞ്ഞാൽ വിശ്വാസം തന്നെയല്ലേ അബ്രഹാം സ്വന്തം മകനെ കൊണ്ടുവന്ന് കൈയും കാലും കെട്ടി യാഗം ഇവിടെ ഒരിക്കൽ അതിന്റെ മീതെ പിടിച്ച് കടത്തി അടുക്കാനുള്ള വാളെടുത്ത് ഓങ്ങി. ഇനി അടുത്ത ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ കഴുത്തെ വന്ന് വീഴും ആ വാള്. ആ സമയം അപ്പൊ ദൈവം പോലും പിടിച്ചു വെക്കണം. ഇത്രത്തോളം വിശ്വാസം. അതുകൊണ്ട് വിശ്വാസമുള്ള പിതാവ് വെറുതെ പേര് വന്നൊന്നുമല്ല. നമുക്ക് പറയുമ്പോൾ വലിയതാണ്, അബ്രഹാമിന് വിശ്വാസമുള്ള പിതാവ് എന്ന് വിളിക്കപ്പെട്ടു. എന്തെങ്ങനെ വിളിക്കപ്പെട്ടത്? ആ വിശ്വാസം എന്താ തെളിയിച്ച അബ്രഹാം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വിശ്വാസത്തെ കുറിച്ച് ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ തെളിയിക്കുന്നത്? അടുത്ത പറയുന്ന അവിടെ അടുത്ത പറയുന്നത് വിശ്വാസം കൂടാത്ത ദൈവത്തെ അടുത്തത് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവം ഉണ്ടോ എന്നും. ഞാൻ പറയുന്നേ, എത്ര പേർക്ക് ഇന്ന് ഈ ലോകത്തില് യഥാർത്ഥമായി ദൈവം ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും? ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഞാൻ പണ്ട് വെറുതെ അന്വേഷിച്ചാൽ പോരാ. ഹല്ലേലൂയ. ഉറപ്പോടെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ
ദൈവം എവിടെയും പോയി ഒളിച്ചിരുന്നോ എന്നുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നത്, ദൈവത്തെ കൂടുതൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദൈവത്തിനെ, ദൈവം ആരാണെന്നുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ആ പരിജ്ഞാനം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് ഒന്നും ഹല്ലേലൂയ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് ദൈവത്തെക്കുറിച്ച്. ആ പരിജ്ഞാനം നമുക്കൊന്ന് വെളിപ്പെട്ട് കിട്ടണേ തന്നെ അത് ദൈവം തന്നെ വിചാരിക്കണം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിന് നമുക്ക് ലഭിച്ചാൽ മാത്രമേ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം നമ്മൾ വർദ്ധിക്കും തോറും നമ്മുടെ വിശ്വാസമാണെങ്കിൽ ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നമ്മളൊരു വചനം കേട്ടു. എന്താണോ മിസ്റ്റർ കേട്ടോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എടുത്തത് ഹല്ലേലൂയ നമ്മളെപ്പോഴും ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. 37-ാം അധ്യായം, അസ്ഥിത്താഴി ചുറ്റും ചുറ്റും നടന്ന് ഹല്ലേലൂയ അസ്ഥികളും നോക്കി പ്രവചിക്കുന്ന ഹല്ലേലൂയ. ആമേൻ. അവിടെ ദേവസ്വം നമ്മളെയാണ് ദൈവം മീഡിയ ആയിട്ട് നിർത്തി. മീഡിയം നമ്മളാണ്. ആ മീഡിയം നമ്മളാണെങ്കിൽ നമ്മുടെ വായ കൊണ്ട് പറയണം. ദൈവത്തിന് നേരിട്ടങ്ങ് പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല. ദൈവത്തിന് നേരിട്ട് എന്തിനാ മോശയുടെ ചെങ്കടൽ നേരെ കയറ് നീട്ടം? ദൈവത്തിന് നേരിട്ടങ്ങ് കിഴക്കൻ കാറ്റിനെ അടിപ്പിച്ച പോരായിരുന്നോ? എന്തിനാ പെട്ടകം വെച്ച് പുരോഹിതന്മാർ വെള്ളത്തിലേക്ക് കാല് വെക്കാൻ പറഞ്ഞു? ദൈവത്തിന് നേരിട്ടങ്ങ് യോർദാൻ പിരിച്ചാൽ പോരാ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം മീഡിയമായിട്ട് നിർത്തിയേക്കുന്ന മനുഷ്യനെയാണ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിങ്ങനെ സോഴ്സ് ദൈവമാണ്, ഏജന്റ് പരിശുദ്ധാത്മാവാണ്, ഇൻസ്ട്രുമെന്റ് ദൈവത്തിന്റെ വചനമാണെങ്കിൽ മീഡിയം നമ്മൾ മനുഷ്യർ ഓരോരുത്തരുമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ ആ മീഡിയത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എങ്ങനെ? ദൈവത്തിന്റെ വചനത്താൽ, പരിശുദ്ധാത്മാന്റെ സഹായത്താൽ. ഹല്ലേലൂയ. സോഴ്സ് ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കണമെങ്കിൽ നമ്മൾ വായെടുത്ത് സംസാരിക്കണം. നമ്മൾ വായ തുറന്ന് നാവെടുത്ത് സംസാരിക്കണം, അതിനെ നോക്കിക്കൊണ്ട്. അപ്പൊ ഹല്ലേലൂയ. നമ്മൾ നാവെടുത്ത്, അതുകൊണ്ട് ഇവിടെ എബ്ബേസ് ചോദിച്ചതിന് ദൈവം നൽകി. എന്താ? എബ്ബേസ് വിശ്വസിച്ചു, നാവെടുത്ത് സംസാരിച്ചു. മിണ്ടായിരുന്നെങ്കിൽ എബ്ബേസിനെ കിട്ടുമായിരുന്നു അത്? ഇല്ല. നമ്മളൊരു കാര്യം ഹല്ലേലൂയ, അതാണ് നമ്മൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ അത് നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സംസാരിക്കണം. നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സംസാരിക്കണം. നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു പരിശുദ്ധാത്മ ഉണ്ടെന്ന് പറയുന്നത്. പരിശുദ്ധാത്മയെ കുറിച്ച് പറയുന്നത് നമുക്ക് വേണ്ടി തുണ നിൽക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താ? ദൈവത്തിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ ഉള്ളപ്പോ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ മതി. വിശ്വാസത്തിന്റെ വാക്ക് പുറപ്പെട്ട ദൈവം അതിനെ ചാടി പിടിക്കുക നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാടുള്ള ഒരു കാര്യം എന്താ? ഹല്ലേലൂയ. എരീഹോവിന്റെ വാതിൽക്കിരുന്നു ഹല്ലേലൂയ കുരുടൻ വിളിച്ചു ഹല്ലേലൂയ നസറായ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. അവിടെ കർത്താവ് പെടുന്നല്ല ആ മനുഷ്യനെ കണ്ടത്. കർത്താവ് അവിടെ നിന്ന് പുറപ്പെടുന്നു, അല്ലെങ്കിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ കർത്താവിന് അറിയാമെന്ന്. ഞാൻ എരീഹോവിന്റെ വാതിൽക്കിൽ കൂടെ പോകുമ്പോൾ ഒരു കുരുടൻ അവിടെ ഇരുന്ന് എന്നെ വിളിക്കും, ഞാൻ സൗഖ്യമാക്കും. ഇതെല്ലാം അറിയാൻ കർത്താവ്. പക്ഷെ കർത്താവിന് അതറിയാമെങ്കിൽ ആ കുരുടൻ അതറിയത്തില്ലായിരുന്നു കേട്ടോ. അയാൾക്ക് കർത്താവ് വഴി പോയ സമയത്താണ് പുള്ളിക്ക് വേണ്ടി തന്നെയാ കർത്താവ് വഴി പോയത് അന്നത്തെ ദിവസം. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഇരുന്ന് അയാൾ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ കർത്താവ് ഹല്ലേലൂയ അവിടെ നിക്കത്തില്ല, ചിലപ്പോ സൗഖ്യമാക്കത്തില്ല. അവിടെ വായെടുത്ത് എല്ലാവരും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഹല്ലേലൂയ മിണ്ടാതിരുന്നില്ല. വാ തുറന്ന് വിളിച്ചത് കർത്താവിന്. കർത്താവേ എന്നോട് കരുണ തോന്നണമേ. അതുപോലെ നമ്മളോട് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഒരു നമ്മളോട് പലരും മിണ്ടാതിരിക്കാൻ പറയും. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കില്ലേ? നമ്മുടെ ദൈവത്തോട് നമ്മൾ ചോദിക്കണം, നമ്മൾ പറയണം. നമ്മുടെ വായ തുറന്ന് പറയണം. ചിലതൊക്കെ അത് പറയുമ്പം ഞാൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ പറയണം. അവിടെ ദൈവത്തിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ പറയാനൊരു പ്രാഗൽഭ്യം ഉണ്ടായി. ദൈവമേ നീ എന്നോട് കൂടി ഇരിക്കണം, അല്ല നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണം, എനിക്ക് നിന്നെ കാണണം. ഹല്ലേലൂയ. അതിന്റെ മനോഹരത്തെ എനിക്ക് കാണണം. ദാവീദ് എനിക്ക് കാണണം. ഇത് പറയുമ്പം നമുക്കത് കാണാനായിട്ടുള്ള ഹല്ലേലൂയ പറയാനായിട്ടുള്ള നമ്മളുടെ യോഗ്യതയും കൊണ്ടൊന്ന് നോക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ദൈവദാസൻ പ്രസംഗം പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ നമ്മുടെ സഭായോഗങ്ങളെ പറയും വിശുദ്ധ സഭായോഗം എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അത് ശോഷിച്ച് ഇപ്പൊ സഭായോഗമായി. കാരണം ഇന്ന് വിശുദ്ധന്മാരുടെ അളവ് കുറഞ്ഞു വരുന്നതുകൊണ്ട് ഹല്ലേലൂയ അത് വെറും സഭായോഗമായി മാറി. ഹല്ലേലൂയ. പക്ഷെ വിശുദ്ധന്മാർ കൂടി വരുന്ന സഭായോഗമാണ് വിശുദ്ധ സഭായോഗം എന്ന്. പക്ഷെ ഇന്ന് അത് പലരും പറയുന്നില്ല. കാരണം അത് പറയാനായിട്ട് പലർക്കും ആ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
നമ്മുടെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വന്നിട്ടെങ്കിൽ ദൈവം ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവം നമ്മളെ വിളിച്ചത് വേർപെട്ട ജനമായിട്ടാണ്. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേർപാടോട് കൂടി തന്നെ നമ്മൾ ആയിരിക്കണം. നമ്മുടെ ദൈവം വിശുദ്ധനാ. നമ്മൾ വിശുദ്ധരാകണം. നമ്മൾ ദൈവം നമ്മൾ സൽഗുണപൂർണ്ണരാകണം. നമ്മുടെ ദൈവം ഹാലയില്ല നമ്മളെ കുറിച്ച് പറയുന്ന ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളർന്നു വരണം. ഓരോ ദിവസം കഴിയും തോറും ഹാലയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം നമ്മളെ ആൾക്കാർ നമ്മളൊക്കെ വിചാരിക്കും, വിശ്വാസം കൊണ്ട് വന്നപ്പോഴത്തേന് എന്ത് ചോദിച്ചാലും ദൈവം തരുമായിരുന്നു ഹാലയിൽ. ഇപ്പം ദൈവം അങ്ങനൊന്നും തരുന്നില്ല. ദൈവം ഇച്ചിരി കടുംപിടുത്തമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടൊന്നും കേൾക്കുന്നില്ലെന്ന്. കേൾക്കാഞ്ഞിട്ടല്ല, നമ്മുടെ ജീവിതം ഹാലയിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പം അവർക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി വളരുമ്പോൾ അവർ തന്നെ തിന്നാൻ പഠിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ ഹാലയിൽ പോയി തന്നെ എടുത്ത് കഴിക്കാൻ പഠിക്കും. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ആത്മീയതയിൽ ഒരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തായെന്നും പറഞ്ഞ് വാ തുറന്നിരുന്നാൽ തരത്തില്ല. കാരണം വളർച്ച ആഗ്രഹിക്കും തോറും ആ വളർച്ച വരുമ്പോഴും നമ്മുടെ ജീവിതം പണ്ടത്തെ പോരെ ഓരോ ദിവസം കഴിയും തോറും ക്രമപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. കാരണം ദൈവം നമ്മളെ യഥാർത്ഥമായി നോക്കിക്കാണും. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ദൈവം ഗുണങ്ങളെല്ലാം എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള കുറവ്. ആദ്യ സ്നേഹത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ വന്നിരുന്നത്, അതേപോലെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം ദൈവത്തോടുള്ള. അപ്പൊ ചിലപ്പോൾ നമ്മൾ ദൈവം എന്തെന്ന് അറിയാതെ പോലും ആയിരിക്കും ആദ്യമേ വന്നത്. പക്ഷെ എന്നാലും നമുക്ക് ദൈവത്തോടുള്ള ഒരു സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതം മുൻപോട്ട് പോകും തോറും കുറഞ്ഞു പോകുന്നു. ഇന്ന് ദൈവത്തെക്കുറിച്ച് സ്നേഹം കുറയുന്നതിനെക്കാട്ടി ദൈവത്തുള്ള ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. പലർക്കും ഇന്ന് ഭയമില്ല ദൈവത്തെ. ആ സിറ്റുവേഷൻ മുമ്പോട്ട് പോയ ഡേഞ്ചറാണത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ദൈവം ചിലതിനെയൊക്കെ അടയ്ക്കാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നത്. കാരണം ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ അടുക്ക് വന്ന് നമ്മൾ നമുക്ക് നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ച് നമുക്ക് പ്രതിഫലം തരുന്നത് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ അളവ് എങ്ങനെയാ വരുന്നത്? നമ്മൾ ദൈവത്തെ കുറിച്ച് കൂടുതൽ പരിജ്ഞാനം പറയുക നമ്മുടെ ദൈവം ആരും തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെ ദൈവം നമ്മുടെ സ്വർഗത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് സംസാരിക്കാൻ പറയാം, നമ്മുടെ ദൈവ സ്വർഗത്തിൽ അപ്പനാണ് നമുക്ക്. നമുക്കൊരു മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ്, നമുക്ക് നല്ല സുഹൃത്ത്, നല്ല സഹിയാണ്. ഇതെല്ലാം ആയിരിക്കുമ്പോഴും ദൈവം സാക്ഷാൽ ദൈവം തന്നെയാണ്. ആ ദൈവത്തെ നമ്മൾ ഭയത്തോടു കൂടി തന്നെ കാണണം. സാന്നിധ്യമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ പറയാ, നെടുമ്പാട് വീഴാൻ പറ്റും വീഴണം. ആ മൂട്ടുമേലിരിക്കാൻ പറ്റി ഇരിക്കണം. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റി നമ്മൾ ഉള്ളിൽ കിടക്കുന്നതൊക്കെ കണ്ണുനീരോട് കഴുകി കളയണം. നമ്മൾ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമെന്ന് എബ്ബേസ് എബ്ബേസിന് തന്നേരം ദൈവത്തിന്റെ കരം കൂടി ഇരിക്കുന്ന എബ്ബേസ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയും, ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് ഇത് പോരായി എന്ന് പറയും. ഇത് പോരായി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്നല്ലേ നാളെ രാവിലെ നമ്മൾ ശനിയാഴ്ച രാവിലെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വെള്ളിയാഴ്ച രാവിലെ മെസ്സേജ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ശനിയാഴ്ച രാവിലെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് അധികമായി പ്രാപിക്കണം. ഇപ്പോഴേ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച എല്ലാവരെയും കയറിയവരെല്ലാം ദൈവം നിറച്ച് അതുപോലെ ദൈവം നിറച്ച്. കാരണം നമുക്കൊരു ഒരുക്കം വേണം. ഒരുക്കമുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ ആയിരിക്കണം ദൈവസന്നിധിയിൽ. ഇന്നും അതേ വചനം തന്നെയൊക്കെ വായിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത്, നാളത്തെ ദിവസം നിങ്ങൾ ഒരുക്കത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി കണ്ണുനീരോടുകൂടി നമ്മളൊന്ന് കഴുകൽ പ്രാപിച്ച ദിവസം ഇരിക്കണം. ഞാൻ പറയുന്നത് ദൈവം നമ്മളെ നിറയ്ക്കാതിരിക്കത്തില്ല. വിശുദ്ധിയില്ലാത്ത ജീവിതം നയിക്കുന്നതിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങത്തില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് വേറെ വല്ല ശക്തിയായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മ അശുദ്ധിയുള്ള ഒരിടത്ത് ഇറങ്ങത്തില്ല. കാരണം ആ ആത്മാവിനെ പറയുന്ന പരിശുദ്ധ ആത്മാവെന്നാണ്. വിശുദ്ധിയുടെ ആത്മാവാണത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരുക്കം, ഒരു സമർപ്പണമൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന കർത്താവിന്റെ അടുക്കൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇന്ന് എത്രയോ പേർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ദൈവം ഉണ്ടോ? ഉണ്ടാകുമായിരിക്കും. ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. അപ്പൊ നമ്മൾ പക്ഷേ അങ്ങനെയായാലും നമ്മുടെ അടുത്ത് ദൈവമുണ്ട്. ആ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട്. ദൈവം ഉണ്ടോ എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? നമ്മൾ ദൈവത്തെ എങ്ങനെയാ അന്വേഷിക്കണം എന്ന് വെച്ചാൽ, സാധാരണ ആൾക്കാർ അന്വേഷിക്കുന്ന പോലെ അന്വേഷിച്ചാൽ പോരാ. എന്റെ ദൈവത്തെ ഉത്സാഹത്തോടെ അന്വേഷിക്കണം. ജാഗ്രതയോടെ അന്വേഷിക്കണം. അപ്പൊ ആ ദൈവത്തെ അങ്ങനെ അന്വേഷിക്കുന്നവരെ ദൈവത്തെ കണ്ടെത്തുക. അങ്ങനെയുള്ളവർക്കാണ് ദൈവം
പ്രതിഫലം കൊടുക്കുന്നത്. ഹല്ലേലൂയ. എബേസ് പ്രാർത്ഥിച്ചത് ദൈവം എബേസിന് കൊടുത്തതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുക. അതുപോലെ നമ്മൾ ചോദിക്കുമ്പം ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു യോഗ്യത ഉണ്ടോ എന്ന് കൂടെ നോക്കണം. നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു യോഗ്യത നമ്മുടെ യോഗ്യതയൊന്നും അല്ലാന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോഴും ഞാൻ പറയാം, അങ്ങനെയല്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം നമ്മൾ നോക്കുന്നേ. ഞാൻ പറയണെങ്കിൽ ദൈവം ഒന്ന് ആദ്യമൊക്കെ നമ്മളെ ഫ്രീ ആയിട്ട് ആണ് നമ്മുടെ രക്ഷ സകലം ഫ്രീ ആയിട്ട് വന്നെങ്കിൽ പിന്നെ അങ്ങോട്ടും ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ദിവസം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. മാറ്റം വരും നമ്മുടെ ജീവിതത്തിൽ. ഒരു ക്രമപ്പെടുത്തി ജീവിതത്തിൽ ഓരോ നമ്മുടെ ജീവിതം എപ്പോഴെങ്കിലും കുത്തഴിഞ്ഞ് കിടക്കുമ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്താതിരിക്കുമ്പോഴൊക്കെ ചിലതൊക്കെ ദൈവം ഒന്ന് പിടിച്ച് നിർത്തുന്നത്. കൊടുക്കാൻ തരാൻ മനസ്സില്ലാഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ദൈവം നൽകും. നമുക്ക് വേണ്ട നമ്മൾ ചോദിക്കുന്ന നിനക്കുന്നൊക്കെ അത്യന്തപരമായി നമ്മൾക്ക് ദൈവം തരും. ആമേൻ. നമ്മളിലേക്ക് പരിശുദ്ധാത്മ ആഗ്രഹം അബ്രഹാമിന്റെ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നമുക്ക് തരണമെന്ന് ആഗ്രഹം. അതെല്ലാം നമുക്ക് പ്രാപിക്കാനായിട്ട് യോഗ്യത ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന നമ്മൾ അപേക്ഷിക്കുന്നതിന് അപേക്ഷിച്ച ദൈവം അവന് നൽകി. അതുപോലെ തന്നെ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും ദൈവം നമുക്ക് നൽകണം. ആ ഒരു മനോഭാവത്തോടു കൂടെ തന്നെ ആ ഒരു വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതുപോലെ നമ്മൾ ചോദിക്കണം. നമുക്ക് വേണ്ടുന്നതൊക്കെ ദൈവത്തിന് അറിയാം. നിനക്ക് അറിയില്ലേ? ദൈവം എനിക്കറിയാം, പക്ഷെ നീ പറ, നീ ചോദിക്കും. അത് നിന്റെ സാഹചര്യങ്ങളെ നോക്കി നീ കൽപ്പിക്കും. നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറക്കണം, നീ പറ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകൾ, ദൈവം തന്നിട്ടുള്ള പ്രോമിസുകൾ ഓർത്തുകൊണ്ട് ദൈവമേ ഈ പ്രോമിസ് ഇങ്ങനെയാണ് എന്റെ ജീവിതം. അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഞാൻ ഈ വാഗ്ദത്തം ഉള്ളതാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചു, ദൈവം നമുക്ക് തന്നിട്ടുള്ള വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളത് ആത്മാവിൽ അത് വെളിപ്പാടിൽ പരിശുദ്ധാത്മ ശക്തിയോടുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കണം. ഇന്നലെ ഞാനിങ്ങനെ ഞങ്ങൾക്ക് ജോഷയുടെ പുസ്തകം തന്നെ ഇന്നലെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു, ജോഷയെ കുറിച്ച് ദൈവം പറയുന്നത്, ഒരു മനുഷ്യൻ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കത്തില്ലെന്ന്. പക്ഷെ ജോഷുവ മനുഷ്യനെ മാത്രമല്ല സൂര്യനെയും ചന്ദ്രനെയും കൂടെ നിർത്തി. ജോഷുവയ്ക്ക് അത്രത്തോളം പ്രാഗൽഭ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം കൂടെ ഇരുന്ന ജോഷുവയ്ക്ക് സൂര്യ അവിടെ നിൽക്കുക, ചന്ദ്ര അനങ്ങരുന്ന് പറയാൻ സാധിച്ചെങ്കിൽ ദൈവം നമ്മുടെ കൂടെയല്ല, ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ നമ്മളിൽ ക്രിസ്തു ഇരിക്കുമ്പോൾ നമ്മൾ ജോഷുവ അവിടെ സൂര്യനോട് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനപ്പുറം പറഞ്ഞാൽ സാധിക്കും. എന്തുകൊണ്ടാ പറയാത്ത? എന്തുകൊണ്ടാ സാധിക്കാത്ത? ഉറപ്പില്ല. ജോഷയുടെ ദൈവം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ജോഷയ്ക്ക് നല്ല ഉറപ്പും ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞാൽ നടക്കുമെന്ന്. നമ്മളുടെ അടുത്ത് കർത്താവ് പറഞ്ഞേക്കുന്ന, ഞാൻ ആത്മാവായിട്ട് ഈ മഹത്വം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അല്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വം എവിടെ ഇരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുഞ്ഞ് ശരീരമായി ഇതിനുള്ളിൽ വന്നിരിക്കുക. എന്നിട്ട് നമുക്ക് പറയാനുള്ള എന്താ പറയാ, ധൈര്യമില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കുന്നേ, എന്താ പറഞ്ഞ് നിൽക്കത്തില്ല? നമ്മുടെ ദൈവം അത്ര ഇന്ന ദൈവത്തിന്റെ ശക്തി വല്ലതും കുറഞ്ഞു പോയോ? ദൈവത്തിന് വല്ല മാറ്റം വന്നോ? ഇല്ല. ഹല്ലേലൂയ. അത് നടക്കും. ഹല്ലേലൂയ. മരിച്ചവനെ മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും, ഇല്ലാത്ത ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സങ്കീർത്തനം എടുത്തിട്ട് ദേവദാസൻ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, ഹല്ലേലൂയ, കാദേശ് മരുഭൂമിയെ നടുക്കുന്ന. ഞാൻ ദൈവമേ ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ഈ പറയുന്നത്. ഹല്ലേലൂയ. അത്ര പവർഫുള്ളായ ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് എവിടെയാന്ന് വെച്ചാൽ ദൈവം ഈ ഭൂമിയിൽ പലപ്പോഴും സംസാരിക്കുന്നില്ല. ദൈവം സംസാരിക്കാത്തതിന്റെ കാര്യം, ദൈവം സംസാരിക്കാൻ നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചേക്കാം. അപ്പൊ നമ്മൾ പറയുമ്പോഴും ഇത് തന്നെ സംഭവിക്കണം. കാരണം നമ്മൾ പറയുന്നത്, നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് പറഞ്ഞാലും അത് വചനമാ. നമ്മൾ ആത്മാവിൽ പറയുന്നതൊക്കെ വചനമാണത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതിനും ഈ പവർ ഉണ്ട്. ഇത് തിരിച്ചറിയുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടുകുപൊണി മൂലം വിശ്വാസമുണ്ട്, ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ ചാടിപ്പോന്ന് പറഞ്ഞാൽ പോകും. ഈ മലയോട് നീങ്ങി കടലിലേക്ക് പറഞ്ഞ പോകും. നമ്മൾ പറഞ്ഞാൽ സാധിക്കണം അത്. നമ്മൾ പറയാം മല പോകുന്ന കാട്ടത്തിൽ പോകത്തില്ല. ഇവിടെ അപ്പുറത്ത് എന്റെ റൂമിൽ നിൽക്കുന്ന മോളെങ്കിലും അപ്പുറത്തോട്ട് പോയാൽ കൊള്ളായിരുന്നു പറയാം.
അതാണ് നമ്മുടെ പറച്ചിൽ. ഹല്ലേലൂയ. പക്ഷേ നമ്മള് പറയണം എന്ന് പറഞ്ഞ് പറയാന്ന് വെച്ചാൽ വാ തുറക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വായിൽ നാവിന്മേലാണ് അധികാരം ഇരിക്കുന്നത്. ജീവനും മരണം നമ്മുടെ നാവിന്മേലിരിക്കുന്നത്. നമ്മളത് എന്ത് പറയുന്നു അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പറയുക, നിങ്ങൾ വായ തുറക്കുക, സംസാരിക്കുക. നമ്മൾ ദൈവത്തെ പറയുന്ന സമയത്ത് നമ്മളും ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോട് ദൈവത്തോട് ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഒന്ന് ക്രമപ്പെടുത്താൻ നോക്കുക. ഞാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇന്നലെയും കൂടെ ആരോട് പറഞ്ഞ് മഹത്വം അല്ലെങ്കിൽ ഗ്ലോറി റെലം ഓപ്പൺ ആയിരിക്കാം. അതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനകളിലൊക്കെ ആരും മിസ്സാകാതെ ഹല്ലേലൂയ കയറാൻ ശ്രമിക്കുക. കാരണം ഇത് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇരിക്കുന്നവരുടെ എല്ലാം മേൽ നിറഞ്ഞോളും. പെന്തക്കോസ്ത് നാളിൽ 120 പേർ മാളികയിൽ മുകളിൽ കൂടിയിരുന്ന് 10 പേരെ നിറച്ചെന്നല്ല, ആ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ വന്നെന്നാണ്. അപ്പൊ നമ്മൾ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ ഒരുപോലെ വരും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ ഹല്ലേലൂയ. അപ്പൊ നാളത്തെ പ്രാർത്ഥനയ്ക്ക് കയറി. അപ്പൊ ഇന്ന് പറഞ്ഞ അപേക്ഷിച്ച് ദൈവം അവന് നൽകി. അപ്പൊ നമ്മൾ എന്താണോ ദൈവത്തോട് ചോദിക്കുന്നത് അത് നമുക്ക് ദൈവം നൽകും. അത് വിശ്വാസത്തോടെ ചോദിക്കുക. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മുടെ ദൈവം എത്രത്തോളം പവർഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ ചോദിക്കുക. അവൻ ചിന്തകളൊക്കെ മാറട്ടെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തെ ലിമിറ്റ് ചെയ്ത് നമ്മളൊന്നും ചോദിക്കുക. ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. ദൈവത്തെക്കുറിച്ച് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തി, ഇത്രയൊക്കെ പ്രവർത്തി, ഇത്രയൊക്കെ ലഭിക്കുമായിരിക്കും, എന്നെ ഇത്രയൊക്കെ ഉപയോഗിക്കുമായിരിക്കും, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇതെല്ലാം എടുത്ത് കളയുക. നമ്മുടെ മനസ്സിൽ കിട്ടേക്കുന്ന ലിമിറ്റേഷൻസ് എല്ലാം എടുത്ത് നമ്മുടെ ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. കടലിൽ മീതെ നടന്നു വന്ന ദൈവത്തെ കർത്താവിനെ നോക്കി അന്ന് അവർ വിളിച്ച് ശിഷ്യന്മാർ തന്നെ വിളിച്ച് ഭൂതമെന്ന് വിളിച്ചു. കാരണം വെച്ചാൽ അവരുടെ മനോഭാവത്തിലൊന്നും, അവരുടെ ചിന്തകളിൽ, അവരുടെ കേട്ടറിവിലോ, അവർ ഇത്രയും നാൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഒന്നും കടലിന്റെ മീതെ നടക്കുന്ന ദൈവത്തെ അവർ കണ്ടിട്ടില്ല. കടലിൽ എന്താ പറയുക, രണ്ടാക്കുന്ന, കടലിനെ പിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മളുടെ ചുറ്റുപാടല്ലേ നമ്മൾ കേട്ടറിഞ്ഞത്, വായിച്ചറിഞ്ഞത്, നമ്മൾ കണ്ടറിഞ്ഞത് പോലെയാണ് ദൈവം പ്രവർത്തിക്കുന്ന ചിന്തകളൊക്കെ മാറ്റിവെക്കുക. ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. ശിഷ്യന്മാർ വാതിലടച്ച് അകത്തിരുന്നപ്പോൾ അവരെ നടുവിലിറങ്ങി നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവിനെ കണ്ട് അവർ പേടിച്ചു. അതുപോലെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വാതൊക്കെ വന്ന് മുട്ടിയിട്ടല്ല നമ്മൾ കഥ തുറന്നിട്ട് അകത്ത് കയറുന്ന. ദൈവത്തിന് അല്ലാതെയും കയറാൻ പറ്റുമെന്ന് തന്നെ ഓർത്തുക. ദൈവത്തിന്റെ ആ സാധ്യതകൾ നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനെ കാട്ടിയൊക്കെ അപ്പുറമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ആ ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനകത്ത് എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.